ഹലോ ഗൈസ്, ഒരു ഉപയോഗമില്ലാത്തൊരു 10-20 ദിവസത്തെ ലീവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തിനാണെന്ന് പോലും എനിക്കറിയില്ല. എങ്ങോട്ടും പോകാനും പറ്റില്ല. നാട്ടിൽ പോകാമെന്ന് വെച്ചാൽ കൺട്രി എക്സിറ്റ് ആവാൻ പറ്റില്ല. അങ്ങനെ ഒരു പണിയില്ല. ചുമ്മാ എഴുന്നേൽക്കുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, ഇതന്നെ. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാൻ തുടങ്ങി, ഗോ സംവെയർ ആൻഡ് എക്സ്പ്ലോർ ദുബായ്, ബ്ലാ ബ്ലാ ബ്ലാ. വീട്ടിൽ നിന്നും പറയാൻ തുടങ്ങി, എന്തിനീ അടച്ചുകൂത്തി വീട്ടിൽ തന്നെ ഇരിക്കുന്ന, റൂമിൽ തന്നെ ഇരിക്കുന്ന, പുറത്തൊക്കെ പോവും എന്നൊക്കെ പറഞ്ഞു. എങ്ങോട്ട് ഞാൻ പോവും, എവിടേക്ക് ഞാൻ പോവും? അപ്പം ഞാൻ വിചാരിച്ചു 20 days ഉണ്ടല്ലോ, എന്തുകൊണ്ട് വിശ്രമവേളകൾ ആനന്ദകരമാക്കിക്കൂടാ? അപ്പോൾ പ്രൊഡക്റ്റീവായി എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നത്, നമുക്ക് ആദ്യം തന്നെ ചർച്ചിൽ പോവാം. സോ ഒരു ചായ കുടിച്ച് ഫ്രഷായിട്ട് നമുക്ക് ചർച്ചിൽ പോവാം. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ വന്നു. എനിക്ക് ഈ അമ്പലത്തിലും ചർച്ചിലൊക്കെ പോകുമ്പം ഈ എത്നിക് വെയേഴ്സ് ഇടാനാണ് കൂടുതലും ഇഷ്ടം. പക്ഷേ എൻ്റെ അടുത്ത് നല്ല കുർത്തീസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏതാണ്ട് എത്നിക് ഒരു ടച്ച് വരുന്ന ഒരു കഫ്താൻ ടോപ്പ് എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അത് വെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ചർച്ചിൽ പോകുമ്പം നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്ന പ്രാർത്ഥനയാണ്, ഷോ ഓഫ് അല്ല. അപ്പോൾ ഇതായാലും മതി. അപ്പോൾ ഞാനിങ്ങനെ സ്കിൻ പ്രപ്പൊക്കെ ചെയ്യുന്ന നേരത്ത് ഇതാണ് എൻ്റെ ലിപ് ബാമിൻ്റെ അവസ്ഥ. എപ്പോഴും ഇതിൻ്റെ കയ്യിൽ നിന്ന് താഴ്പോവും. ഇനി ഇതിൻ്റെ ദയനീയ അവസ്ഥ ഇതാണ് ഇതിൻ്റെ ഇൻസൈഡ്. ഞാൻ ഇത് ഓൾമോസ്റ്റ് തീർന്നു. ഇനി ഞാൻ സ്കിൻ പ്രപ്പ് കൂടുതൽ കാണിച്ചിട്ട് ഏതായാലും ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും ഞാൻ വേഗം സ്കിന്നൊക്കെ പ്രിപ്പ് ചെയ്തിട്ട് വരട്ടെ. എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടൈമില്ല, അപ്പോൾ ഞാൻ വേഗം റെഡി ആയ ശേഷം അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് റെഡിയായി. എനിക്ക് ഫോട്ടോ എടുക്കാനുണ്ട്. എൻ്റെ വിസ റിന്യൂവലിൻ്റെ ടൈമായി. അപ്പോൾ ഫോട്ടോ എടുക്കേണ്ടതുകൊണ്ട് എനിക്ക് മുടി കെട്ടി വെക്കണം. അതുകൊണ്ടാണ് ഞാൻ ഓപ്പൺ എയർ ചെയ്യാത്തത്. അപ്പോഴാണ് ഞാൻ കമ്മലിടാത്ത കാര്യം ഞാൻ നോട്ട് ചെയ്യണേ. അപ്പം ഞാൻ കമ്മൽ ഇടാനുള്ള തത്രപ്പാടിലാണിപ്പോൾ. ഏത് കമ്മലിടും എന്നുള്ള കൺഫ്യൂഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്തപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഞാൻ റിയലൈസ് ചെയ്തത്. ഒരു ഇയറിങ്സ് ഹോൾ ചെയ്യാനുള്ള അത്രയും കളക്ഷൻ ഇപ്പോൾ എനിക്കായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇയറിങ്സും പെർഫ്യൂമും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എന്താണെന്നറിയത്തില്ല, പെർഫ്യൂം എനിക്ക് മുമ്പ് അത്ര ക്രേസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെർഫ്യൂമും. അത് സ്മെല്ല് ചെയ്യാനും എനിക്കിഷ്ടമാണ്. അതിങ്ങനെ കളക്ട് ചെയ്ത് വെക്കാനും എനിക്കിഷ്ടമാണ്. സ്റ്റഡ് ഇടണോ റിങ് ഇടണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാനിങ്ങനെ ഓരോന്നും മാറ്റി മറിച്ചും ഇട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫൈനലി ഞാനൊരു റിങ് ഇട്ടു. പക്ഷേ ഇതിട്ടപ്പോൾ എനിക്ക് നല്ല കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കിട്ടിയായിരുന്നു കേട്ടോ. എന്തോ എനിക്കും ഇഷ്ടമായി ഈ റിങ്. ആക്ച്വലി നമുക്കിത് ഒരു എത്നിക് വെയറിൻ്റെ കൂടെയും ഇടാം, എന്നാലൊരു മോഡേൺ അറ്റൈറിൻ്റെ കൂടെയും മാച്ചായി പോകുന്ന ഒരു ടൈപ്പ് ഓഫ് റിങ് ആണ്. അതിൽ സ്റ്റോൺസ് വരുന്നുണ്ട്, പക്ഷേ വീഡിയോയിൽ അത് അത്രയും കാണുന്നില്ല. നമ്മൾ ഊട്ട്മേത്തയിലുള്ള കാത്തലിക് ചർച്ചിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു റൂംമേറ്റ് കൂടെ എൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്നു പോകാം എന്നാണ് വിചാരിക്കുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ട് നടക്കുമ്പോൾ കുറച്ച് ലോങ് ആയിട്ട് തോന്നും, പക്ഷെ എന്നാലും കുറച്ച് ദൂരമേ ഉള്ളൂ ആക്ച്വലി. ഒരു ഈവനിങ് ടൈമൊക്കെ ആയതുകൊണ്ട് വെതറും നല്ലതാണ്. അപ്പം ആദ്യം സ്റ്റുഡിയോ പോയി ഫോട്ടോ എടുത്തതിന് ശേഷം വേണം നമുക്ക് ചർച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ റൂംമേറ്റ് റെഡി ആവാൻ ഇനിയും ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എൻ്റെ വീഡിയോ എടുത്ത് ഓരോന്ന് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ റൂമിൻ്റെ തൊട്ടപ്പുറത്തുള്ള റൂമിലെ കുട്ടി ചോക്ലേറ്റ് ഡേ ആയിട്ട് ചോക്ലേറ്റ് തന്നു. ആൻഡ് ഇതാണ് എൻ്റെ റൂംമേറ്റ്. ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്. അത് കഴിഞ്ഞ് സ്റ്റുഡിയോയിലെത്തി ഫോട്ടോ ഒക്കെ എടുത്തു. ഷീസ് വെയിറ്റിംഗ് ഫോർ മീ. ആൻഡ് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, നടന്നാണ് ഞങ്ങൾ പോകുന്നത്. നല്ല രസമായിരുന്നു. ഞങ്ങളിങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുമായിരുന്നു. ആൻഡ് ഓൾമോസ്റ്റ് എത്താനായി. ആൻഡ് ഇതാണ് നമ്മുടെ സെൻറ്റ് മേരീസ് കാത്തലിക് ചർച്ച് എന്ന് പറയുന്നത്. ഞങ്ങൾ പ്രെയറൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇത് ചർച്ച്, ആൻഡ് ഇങ്ങനെ വരുമ്പോൾ ഇതാണ് മോസ്ക്. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആൻഡ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടെ നമ്മൾ മെഴുകുതിരി കത്തിച്ച് ഇവിടെ വന്ന് മാതാവിനെ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. Tell your name. Renuka Ranatunga. Okay, this is Renuka Ranatunga.
രണത്തുങ്ക്. ഓക്കെ. നടന്നു പോകുമ്പോൾ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ബുർജുമാനിലേക്ക് എത്താൻ. ഇതിലേ കൂടെ നടക്കുമ്പം എസ്പെഷ്യലി നൈറ്റ് ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. വീഡിയോയിൽ പക്ഷെ അത് അത്രയും അങ്ങോട്ട് കൺവേ ആവില്ല നിങ്ങൾക്ക്. ഭയങ്കര രസമാണ് എസ്പെഷ്യലി നൈറ്റ് ടൈമിൽ. കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിയുമ്പം ഇതിപ്പോൾ ഒരു 7-7:30 ആ ഒരു ടൈമാണ്. പക്ഷേ കുറച്ചും കൂടെ കഴിഞ്ഞാൽ കുറച്ചും കൂടെ രസമായിരിക്കും. അങ്ങനെ ഇത് ബുർജുമാനിലെത്തി ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി. എനിക്ക് പാല് മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ പാലൊക്കെ മേടിച്ചു. ഞങ്ങളിത് തിരിച്ച് റൂമിലേക്ക് പോവാണ് കേട്ടോ. ഗായ്സ് നമ്മൾ എത്തി. ഇത് സൗമ്യ ചേച്ചിയാണ്. എനിക്ക് സൗമ്യ ചേച്ചീൻ്റെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആരാ എനിക്ക് നേരത്തെ മൈൻഡപ്പ് ചെയ്യാനുള്ള വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ പള്ളിയിലൊക്കെ പോയി നമ്മൾ തിരിച്ചെത്തി. അപ്പം ഞാൻ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. സോ ഓട്സ് ഒരു 3 dates എടുക്കാം. ത്രീ ഡേറ്റ്സ് പിന്നെ കുറച്ച് പീനട്ട് ബട്ടർ, ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ, പുതിയതാണ്. പീനട്ട് ബട്ടർ 1 സ്പൂൺ, ഇത്രയും എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ച് വെക്കാം. കാരണം ഇതൊക്കെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് പാൽ ഒഴിച്ച് വെക്കണം. എന്നിട്ട് ഈ ഡേറ്റ്സും ഓട്സും ഒക്കെ പാലിൽ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് ജസ്റ്റ് ഇതെടുത്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ഹെൽത്തി വെയിറ്റ് ഗെയിനിങ് ഷേക്ക് ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും 10-20 ദിവസം ഉണ്ടല്ലോ, നമുക്ക് വർക്കാവും നോക്കാം. ഇങ്ങനെ തടി വെച്ചാൽ തടി വെച്ചു. അപ്പം ഇതെടുത്തിട്ട് ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി കണ്ടിന്യൂസ്ലി എനിക്ക് വീഡിയോ ഇടാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മേ ബി. അപ്പം എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ ഞാൻ ഡെയിലി വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദാറ്റ്സ് ഇറ്റ്. ബൈ.